ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ റിപ്പോർട്ടർ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ ബിലാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. ഇയാളാണ് ഈ സെക്സ് റാക്കറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ണി. ഈ ബിലാലാണ് ഈ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും മോഡലിംഗിന്റെ പേരിൽ നടത്തി നിരവധി പെൺകുട്ടികളെ ചതിക്കുഴിയിൽപ്പെടുത്തിയ ഗൾഫ് രാജ്യം കേന്ദ്രീകരിച്ച് നടത്തിയ സെക്സ് റാക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന, ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ബിലാലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മരട് പോലീസാണ് ഈ മുഖ്യ സൂത്രധാരനായ ബിലാലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കൊപ്പം ശരണുണ്ട്. ശരൺ, ഇപ്പോൾ നമ്മൾ ബിലാലിന്റെയാണോ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രം? അരുൺകുമാർ, ബിലാലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്, നമുക്ക് മാത്രം ലഭിച്ച ദൃശ്യങ്ങളാണ്. അതിൽ കൃത്യമായി തന്നെ ബിലാലിനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു തൊപ്പി വെച്ച് അയാൾ ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് അകത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് പോലീസ് സംഘം ഇയാളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇതിലെ മുഖ്യ സൂത്രധാരനിലേക്ക് തന്നെ എത്തി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് ഏറ്റവും വിവാദമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ഇത്തരത്തിൽ മോഡലിംഗിന്റെ മറവിൽ, അതായത് മികച്ച വരുമാനമുള്ള മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഷോയ്ക്ക് 50,000 രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് യുവതികളെ ഇവിടെ നിന്ന് ദുബായിലേക്ക് കടത്തുകയും അവിടെ എത്തിച്ച് ദിവസങ്ങളോളം കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ ഈ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ TV തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. അതിൽ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, ദിവസങ്ങളോളം കൂട്ട ബലാത്സംഗത്തിനാണ് തന്നെ ഇരയാക്കിയത്. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയാണ് ഇത്തരത്തിൽ തന്നെ അബോധാവസ്ഥയിലാക്കി. അതിനുശേഷം ബോധരഹിതയായ തന്നെ പലർക്കായിട്ട് ഇത്തരത്തിൽ കാഴ്ചവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. ഇത് തന്നെയാണ് രഹസ്യമൊഴിയായി നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഈ സിന്ധുവിനെ, ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ സിന്ധുവിനെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി, അതായത് ഈ പരാതിക്കാരി നൽകിയ രഹസ്യമൊഴിയിലും ഈ ബിലാലിനെ കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. ഈ റാക്കറ്റിനെ നിയന്ത്രിച്ച്, ഇതൊരു രാജ്യാന്തര സ്വഭാവമുള്ള, രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റാണ്, രാജ്യാന്തര സെക്സ് റാക്കറ്റാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നതാണ്. ഇതിൽ സ്ത്രീകൾ മാത്രം പ്രതിയാക്കിയാണ് കേസ് എടുത്തിരുന്നുണ്ടെങ്കിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്ത്രീകൾ അടങ്ങുന്ന റാക്കറ്റിനെ നിയന്ത്രിക്കുന്ന പുരുഷന്മാരുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അത് വിദേശത്തുള്ള ആളുകളാണോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചിരുന്നു. അപ്പോൾ വിദേശത്തുള്ള ആളല്ല, നേരത്തെ ദുബായിൽ ജോലി ചെയ്തിരുന്ന ബിലാലാണ് ഇതിനെ നിയന്ത്രിച്ചത്. ദുബായിൽ വെച്ചാണ് സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. പിന്നീട് അവർ കേരളത്തിൽ വെച്ച് പലതവണയായി കണ്ടുമുട്ടുകയും ഇത്തരത്തിൽ സ്ത്രീകളെ വിദേശത്തേക്ക് കടത്തുക എന്നുള്ളൊരു ലക്ഷ്യം, അതായത് ഈ ഇത്തരത്തിൽ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയെല്ലാം ചെയ്തിരുന്നത്. എന്തായാലും വലിയ ഒരു റാക്കറ്റിനെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിനെ പൊളിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള വിവരം, അതായത് മാർച്ചിലാണ് ആദ്യ പരാതി വരുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന, ദുബായിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന യുവതി മരട് പോലീസിന് പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കുന്നു. കൊച്ചി DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പ്രധാനപ്പെട്ട അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നതാണ്. ഒന്നാം പ്രതിയായ സിന്ധുവിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിന് പുറമെ തന്നെ മറ്റ് 2 പ്രതികൾ, അതായത് അലീന, മഞ്ജിമ എന്നിവർ, ഇവർ 2 പേരും ഈ റാക്കറ്റിലെ ഏജന്റുമാരാണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന മുഖ്യ സൂത്രധാരനിലേക്ക് തന്നെ പോലീസിനെ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇയാളെ ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും കോടതിയിൽ, അതായത് ഇന്ന് രാത്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ബിലാല്, സിന്ധു, അലീന, ഈ സംഘത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ടോ? അരുൺകുമാർ, തീർച്ചയായിട്ടും. അതായത് നിലവിൽ 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ ബിലാൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടായിരുന്നില്ല. നേരത്തെ ബിലാലിനെ കൂടി ഇപ്പോൾ പ്രതി എടുത്തിട്ടുണ്ട്. ഇയാൾ 1ാം പ്രതിയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സിന്ധു ആയിരുന്നു 1ാം പ്രതി. സ്വാഭാവികമായിട്ടും ഇയാൾ മുഖ്യ സൂത്രധാരനായതുകൊണ്ട് തന്നെ ഇയാളെ 1ാം പ്രതിയായിക്കൊണ്ടുള്ള FIR ആകും, പുതിയൊരു FIR ആകും പോലീസ് ഇടുക. ഇനി കൂടുതൽ ആളുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രധാനമായും ഈ 6 പേർ, നിലവിലുള്ള 6 പ്രതികളിൽ 4 പേരെയാണ് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 പ്രതികൾ ദുബായിലാണുള്ളത്. അവരെ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് എത്തിക്കാൻ, നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്റർപോളിന്റെ സഹായം, ഒരുപക്ഷെ ലുക്കൌട്ട് സർക്കുലർ കൊണ്ട് ഫലമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്റർപോളിന്റെ സഹായം തേടിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണം ഉള്ളത്. എന്തായാലും കൂടുതൽ ആളുകളുടെ അറസ്റ്റും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ്
കൂടിയാണ് നൽകുന്നത്. ഈ റാക്കറ്റിൽ 6 പേർ മാത്രമല്ല, കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ളൊരു, കൂടുതൽ ഏജന്റുമാരുണ്ടെന്നുള്ളൊരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളുണ്ടാവും, അവരുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഖ്യ സൂത്രധാരനായ, ഈ റാക്കറ്റിനെ നിയന്ത്രിച്ച മുഖ്യ സൂത്രധാരനായ ബിലാൽ എന്നറിയപ്പെടുന്ന ശ്രീകുമാറാണ്. ഈ ശ്രീകുമാറും ഭാര്യയും ചേർന്നാണ് ഈ പരാതിക്കാരിയെ സിന്ധുവിന് പരിചയപ്പെടുത്തിയെന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ സിന്ധുവുമായിട്ട് പരാതിക്കാരി പരിചയത്തിലാവുന്നത്. പിന്നീട് സിന്ധു വാഗ്ദാനം നൽകുന്നു, അതായത് ദുബായിൽ നല്ലൊരു ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോയ്ക്ക് 50,000 രൂപ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ഇത്തരത്തിൽ യുവതികളെ അവിടെ എത്തിച്ച ശേഷം ഇടപാടുകാർക്ക് ഈ യുവതികളുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് ഡീൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ക്രൂരമായ പീഡനത്തിന് ഈ യുവതികൾ ഇവരുടെ സംഘത്തിൽ കൂടുതൽ പെൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അലീന ഇവിടെ ശബ്ദരേഖയിൽ നിന്ന്, നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലായത്. അലീന അവിടെ എത്തുന്ന സമയത്ത് ഒരു കെട്ടിടത്തിൽ തന്നെ 8ഓളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നതായി അലീനയുടെ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടികളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ബിലാലിനെ ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആരെയൊക്കെയാണ് ഇയാൾ ചതിക്കുഴിയിൽ പെടുത്തിയിരിക്കുന്നത്, മാത്രമല്ല ഈ സെക്സ് റാക്കറ്റുമായി സിനിമാ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന മട്ടിലുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു. ഈ ബിലാലിന് അങ്ങനെ ചലച്ചിത്ര മേഖലയിലെയും സീരിയൽ താരത്തെയും ഒക്കെ, സീരിയൽ മേഖലയിലെയും ഒക്കെ താരങ്ങളുമായും ബന്ധമുണ്ടെന്ന് സംശയിക്കാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അരുൺകുമാർ, അത്തരത്തിലൊരു സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ റാക്കറ്റ് നിരവധി യുവതികളെ വിദേശത്തേക്ക് എത്തിച്ച് അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, ദുബായിൽ എത്തിച്ച് അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ പരാതിക്കാർ തന്നെയാണ് നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നത്. അവരെ ഒരു ഫ്ളാറ്റിലെ മുറിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവിടെ 8ഓളം യുവതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളതാണ് യുവതി പറയുകയും ചെയ്തിരുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റാക്കറ്റുമായി സിനിമ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നുള്ള സംശയം ഓരോ ദിവസവും ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. ഈ സിന്ധുവിന്റെ മകൾക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു, അലീസ ഇവന്റ്സ് എന്നാണ് പേര്. ആ അലീസ ഇവന്റ്സിന്റെ മറവിലാണ് ഇത് നടന്നതെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോലീസ് നേരത്തെ എത്തിയിരുന്നതാണ്. അപ്പോൾ ഈ അലീസ ഇവന്റ്സ് എന്ന മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ, അത് ഇത്തരത്തിൽ സ്ത്രീകളെ അവിടേക്ക് എത്തിച്ച് ഈ ഒരു റാക്കറ്റിന്റെ ഇരയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയായിരുന്നു ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് അടക്കമുള്ള സംശയങ്ങളാണുള്ളത്. എന്തായാലും ബിലാലിനെ ഈ കമ്പനിയുമായിട്ട് എന്താണ് ബന്ധം, ഇയാൾ എങ്ങനെയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്, എത്ര യുവതികളെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട്, വിദേശത്ത് തന്നെ ഇയാൾ എത്ര കാലം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബിലാലിനെ പിടികൂടിയതിന് പിന്നാലെ എറണാകുളം ACP ഓഫീസിലേക്ക് എത്തിച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളതാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത്. എന്തായാലും റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയാണ്, മാസ്റ്റർ ബ്രെയിൻ ആണ്. ഈ റാക്കറ്റ് കുറച്ചു കാലമല്ല, ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയും ചെയ്തിരുന്നതാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന 2 പരാതികളാണെങ്കിൽ പോലും ഒരു ടോൾ ഫ്രീ നമ്പർ നൽകിയിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് ചില കോളുകളെങ്കിലും എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരാതികൾ, കൂടുതൽ യുവതികൾ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസുകൾ. ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യ സൂത്രധാരനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ മാത്രമാണ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനെയാണ് പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിൽ മാത്രമുള്ള ദൃശ്യങ്ങളാണ്, എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് മരട് പോലീസ് ഇപ്പോൾ പൊക്കിയിരിക്കുന്നത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റിംഗ് നടത്തുകയും സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി നിരവധി പെൺകുട്ടികളെ ദുബായിലും വിദേശ രാജ്യത്തും കൊണ്ടുപോയി, ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി പീഡനം നടത്തുകയും ചെയ്ത കേസിലെ മുഖ്യ പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ഇതാണ് ബിലാൽ. ഈ ബിലാലിനെയാണ് സിന്ധു ഭയന്നിരുന്നത്, ഈ ബിലാലിനെയാണ് അലീന ഭയന്നിരുന്നത്. വിവരം പുറത്തറിഞ്ഞാൽ അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് എന്ന് അലീനയുടെ ശബ്ദ സംഭാഷണം ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ബിലാൽ മരട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു.